ഒരു മിനിറ്റ് ഇവിടെ നിൽക്കാൻ പാടില്ല. എന്റെ അമ്മേ, എടാ ഈ സമയത്ത് ഉറങ്ങാതെ മൂങ്ങയെ പോലെ ഇരിക്കാം. പോയി കിടന്ന് ഉറങ്ങടാ, പോയി കിടന്ന് ഉറങ്ങ. ജീവനുണ്ടെങ്കിലേ പിന്നെ കാണാം. അവിടെ നിക്കടാ. എന്തിനാണ് എന്റെ ബ്ലൗസ് എടുത്തിട്ട് പോണേ? നിന്റെ ജാക്കറ്റ് എപ്പോഴാണ് ഞാൻ എടുത്ത? എടാ കണ്ണ് തുറന്ന് മര്യാദയ്ക്ക് നോക്ക്. എന്താണിത്? എന്താ ഇത്? ശരി ശരി, ഈ നേരത്തെ നീ എവിടെ പോവാ? എനിക്ക് കൊച്ചിയിൽ എക്സാം ഉണ്ട്, എനിക്ക് പോണം. മാറാ. ഈ സമയത്ത് എവിടെ പരീക്ഷ ഉണ്ടാവാനാ? എനിക്ക് അവിടെ ഇട്ടിരിക്കുന്നു, ഒന്ന് മാറ്. നീ വന്നിട്ട് 2 ദിവസം പോലും ആയില്ല. അങ്ങേര് ഭയങ്കര വിഷമിച്ചിരിക്കുക. അയാൾ ഉറങ്ങുമ്പോഴും ആടിക്കൊണ്ടല്ലേ. നീ മാറ്. ഇല്ല ഇല്ല, ഞാൻ നിന്നെ പോവാൻ വിടില്ല. എന്റെ അമ്മ, നീ സ്നേഹിച്ച് കൊല്ലുന്ന തോന്നുന്നു. ഒന്ന് മാറി. എടാ നീ നിക്കടാ അവിടെ. എന്റെ ദൈവമേ, എല്ലാം പ്രേതങ്ങളാണല്ലോ. ഹലോ, വണ്ടി ഒന്ന് നിർത്ത. പ്ലീസ് വണ്ടി ഒന്ന് നിർത്താനാ പറഞ്ഞ്. ഞാൻ വരുന്നുണ്ട്. ചേട്ടാ, അർജന്റായിട്ട് കൊച്ചി വരെ ഒന്ന് പോണം. കൊച്ചിയിലേക്ക് പോകില്ല, കാട്ടിലേക്ക് പോ. എടാ നീയോ? നീ എന്താ ഇവിടെ? ഈ ഭാഗത്ത് നീയാണ് ഇരിക്കുന്നെങ്കിൽ അപ്പുറത്ത് ആരാ ഇരിക്കുന്നത്? എങ്ങോട്ടാ ഓടിപ്പോകാൻ നോക്കുന്നേ? ഞാൻ ഓടിപ്പോവല്ല, വെറുതെ പോവാ. ഫോൺ വന്നിരുന്നു കൊച്ചിന്നേ. ചെറിയൊരു ജോലി ഉണ്ടത്രേ. രാമസ്വാമി, നീ എന്നെ ഒറ്റയ്ക്കാക്കി കൊച്ചിയിലേക്ക് പോയാൽ ഞാൻ ജീവനോടെ ഇരിക്കില്ല, ചത്തുകളയും. അല്ലെങ്കിലേ ഞാൻ ചത്ത് കിടക്ക. പിന്നെ എന്തിനാണ് എന്നെ കൊല്ലുന്നത്? അത് പോട്ടെ, ഞങ്ങളുടെ ജീവിതം നിന്റെ കയ്യിൽ വെച്ചുകൊണ്ട് നീ എങ്ങോട്ടാ പോകുന്നേ? ഇന്ന് മുതൽ നിങ്ങളുടെ ജീവന്റെ ചരട് എന്റെ കയ്യിലാ. അതായത് നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ നല്ല പണി തരുന്നുണ്ട്. അല്ല പിന്നെ എന്നെ പറ്റിച്ച് രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. എല്ലാം ഓർമ്മിച്ചു വെച്ചിരിക്കുക, ഒന്നും മറന്നിട്ടില്ല. മാഡം, നിങ്ങൾക്ക് മെമ്മറി പവർ കുറച്ച് കൂടുതലാ. റിവഞ്ച് ഒന്നും മതിയാവില്ല. ഒരു കാര്യം പറയാം, ആവശ്യമില്ലാതെ എന്തെങ്കിലും ചെയ്താലേ നിന്നെ കഷ്ണമാക്കി മുറിച്ച് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ക്ലിയർ ആയി പറഞ്ഞല്ലോ, പിന്നെ എങ്ങനെ മനസ്സിലാവാതിരിക്കും? നന്നായി മനസ്സിലായി. മാഡം, ഒരു മിനിറ്റ്, ഫോൺ വരുന്നുണ്ട്. ഹലോ, കൊച്ചിയിൽ നിന്നാണോ? എന്ത്, അവിടെ ജോലി ഇല്ലെന്നോ? അപ്പൊ എനിക്ക് വീട്ടിലേക്ക് പോവാലേ? ശരി, ഞാൻ പോയിക്കോളാം. ഹേ മാഡം, കൊച്ചിയിൽ എനിക്ക് ജോലി ഇല്ല അത്രേ. വീട്ടിലേക്ക് പോവാൻ പറഞ്ഞു. ഞാൻ നാളെ നിങ്ങളെ വന്ന് കാണാം. എന്ത് പറ്റിട്ടാ? നീ എന്തിനാ ഇത്ര ടെൻഷൻ ആവുന്നേ? അതൊന്നുമില്ല ചേച്ചി, ആ ബാലൻ എന്നെ തെരഞ്ഞ് ഇങ്ങ് വന്നേക്കും. ഞാൻ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞാ മതി. എന്താടാ, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായ കാട്ടി പോവോ? നീ ഒന്ന് മനസ്സിലാക്ക്. എത്ര ദിവസമാണെങ്കിലും ഇവിടെ ഇരിക്കാം. ഞാൻ കട്ടിലിനടിയിൽ ഒളിഞ്ഞിരിക്കാം. അവൻ വരുമ്പോ ഇല്ലാന്ന് മാത്രം പറഞ്ഞാൽ മതി. സത്യമായിട്ടും പറയാ. രാമസ്വാമി, അവൻ വന്നിരിക്കുക. ഞാൻ താഴെ ഉണ്ടെന്നുള്ള കാര്യം അവനോട് പറയരുത് പ്ലീസ്. രാമസ്വാമി, എടാ രാമസ്വാമി, ചേച്ചി, രാമസ്വാമി അവിടെ. അവൻ എന്താ ജോലി ഉണ്ടെന്ന് പറഞ്ഞ് പുറത്തു പോയി. ജോലി ഉണ്ടോ? അവനെന്താ എന്നോട് പറയാതെ പോയെ? പോയല്ലോ. ഇന്ന് എന്റെ കൂടെ കാട്ടിലേക്ക് വരാന്ന് പറഞ്ഞതാ. എവിടെ പോയി കാണും? ഇവിടെ അവനില്ല. അവൻ ശരിക്കും ഇവിടുന്ന് പോയി. മാമനെന്താ ഇങ്ങനെ തലയാട്ടുന്നേ? വേണ്ട 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 വേണ്ട. എടാ, ഒരു കുത്തു തരും. തലയാട്ടണ്ടാ. എടാ വേണ്ടാന്ന്, അവൻ കണ്ടുപിടിക്കും. ഇവിടെയാ? എടാ, എനിക്ക് തീരെ വയ്യ, എന്നെ വിട്ടേക്ക്. ശരി, നീ പുറത്തിരിക്കും, ഞാൻ വന്നേക്കാം. ഒന്ന് പെട്ടെന്ന് പോടാ. എടാ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ. നീ എപ്പോഴും ഇങ്ങനെ ആട്ടാറില്ലല്ലോ. ഇങ്ങനെയാണല്ലോ ആട്ടാറ്. ഇന്ന് ആട്ട്, ആട്ടടാ, ആട്ട്. നിനക്ക് ഇന്നോ ഇന്നോ നീ എന്നെ കാണിച്ചു കൊടുത്തല്ലേ? ഇന്നെന്റെ പണി തീരും. ഇനി നിന്റെ മുഖം എനിക്ക് കാണണ്ട. എന്താടത്? ഇനി റെഡി ആയില്ലേ? സമയമില്ല. ഇപ്പൊ എന്റെ സമയം ശരിയല്ലടാ. നിന്റെ നെറ്റിയിൽ എന്താ? എടാ, എനിക്കത് ശരീരം കൊണ്ട് സുഖമല്ല ചേട്ടാ. പ്രശ്നമൊന്നുമില്ലല്ലോ. എടാ, പ്രശ്നം പുറത്തല്ല, നീ ആദ്യം പോന്ന്. അല്ല, ഇവനോടാണ് പറയണ്ടെന്ന് പറഞ്ഞത്, അവന്റെ അമ്മന്റെ അടുത്തല്ലല്ലോ. എടാ എടാ, നീ എന്തെങ്കിലും ഓടിക്കളിക്കുന്ന? പ്രാന്ത് പിടിച്ചോ? ഏകദേശം അതുപോലെ തന്നെയാ. എന്ത് പറ്റിയടാ? അമ്മേ, നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ബാലയുണ്ടല്ലോ, ഒരു കാട്ടിലത്തെ പ്രേതം പ്രേമിക്കുന്നുണ്ട്. കാട്ടുപ്രേതം? അവനെ ട്രാപ്പ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. ആ പ്രേതത്തിന് ഒരു ഫാമിലി ഉണ്ട്. അവരെല്ലാവരും പ്രേതങ്ങളാ.
പാവം നമ്മുടെ ബാല പെട്ടിരിക്കുക. അതിനോടൊപ്പം ഞാനും പെട്ടിരിക്കുക. നീ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓ, നിങ്ങളുടെ ഒരു കാര്യം പിന്നെ എങ്ങനെ പറയാനാ? പറഞ്ഞു കഴിഞ്ഞോ? ആ, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. മാഡം, വീട്ടിനകത്ത് നിങ്ങൾ എങ്ങനെ വന്നു? ശരി, അത് വിട്ടേക്ക്. അമ്മ എവിടെ? അമ്മേ വീട്ടില് പാചകം ചെയ്തോണ്ടിരിക്കുക. എന്താണ് കാട്ടുപ്രേതങ്ങളാണോ ഞങ്ങള്? നീ ഭീഷണിപ്പെടുത്തുക. എന്റെ കുടുംബം മുഴുവനും പ്രേതങ്ങളാണല്ലേ? ഇല്ല, ഞാൻ പ്രേതത്തിന് ചീത്ത പറഞ്ഞിട്ടില്ല, പ്രശംസിച്ചതാ. കേട്ടോണ്ടിരുന്നത് ഞാനാടാ, അമ്മയല്ല. എടാ, പറയരുതെന്നും പറഞ്ഞിട്ട് നീ പറഞ്ഞെങ്കിൽ എന്നെ ഒരു അല്പം പോലും നിനക്ക് പേടിയില്ലെന്നല്ലേ? അല്ലടാ. മാഡം, ഇപ്പോ നിങ്ങളെ എനിക്ക് മാത്രമേ കാണാൻ പറ്റൂ അതോ എല്ലാവർക്കും കാണാൻ പറ്റുമോ? നീ വിചാരിച്ച നിനക്കെന്നെ കാണാൻ പറ്റില്ലടാ. ഞാൻ വിചാരിക്കണം നിനക്കെന്നെ കാണണമെങ്കിൽ. എന്നാലേ നിനക്കെന്നെ കാണാൻ പറ്റൂ. ശരി, അത് വിട്ടേക്ക്. എന്താ നിങ്ങൾ മാത്രം വന്നിരിക്കുന്നത്? ബാക്കിയുള്ളവരൊന്നും വന്നില്ലേ? അപ്പോഴേക്കും വന്നോ? ചോദിച്ചാ മതിയല്ലോ. ആവശ്യമില്ലാതെ വന്ന് പേടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. ഹലോ. പിന്നെ നിങ്ങളെ ശരിക്കും കാണുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ കാണാനാ. ഞങ്ങൾ ആരെന്ന് പറയാൻ പാടില്ലെന്ന് പറഞ്ഞു, പക്ഷെ പറഞ്ഞു. ഇതിനെന്താ പണിഷ്മെന്റ് എന്ന് നിനക്ക് അറിയോ? എന്താണ്? ബാലരാജിന്റെ കൂടെ നീ ദിവസവും കാട്ടിലേക്ക് വരണം. വന്നില്ലെങ്കിൽ എന്താ ചെയ്യാ? ഞങ്ങള് വരും. നിങ്ങൾ അങ്ങനെയാണോ പറയുന്നത്? എന്നാ പിന്നെ ഞാൻ നാളെ മുതൽ വരാം. നാളെ മുതലല്ല, ഇന്ന് മുതൽ തന്നെ വരണം. ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യണോ? പിന്നെ എനിക്കൊരു ഡൗട്ട്. അച്ഛൻ പ്രേതം വന്നിട്ടുണ്ട്, അമ്മ പ്രേതം വന്നിട്ടുണ്ട്, ചേട്ടത്തിയമ്മ പ്രേതവും ചേട്ടൻ പ്രേതവും വന്നിട്ടുണ്ട്, ലവർ പ്രേതം വന്നിട്ടുണ്ട്, ചില്ല പ്രേതം വന്നിട്ടുണ്ട്. അല്ല, പിന്നെ നിങ്ങൾ ആ ചെറിയ പയ്യനെ എന്താ കൊണ്ടുവരാതിരുന്നേ? അവൻ പാവല്ലേ? അവന് പേടിയാവില്ലേ? വന്നിട്ടുണ്ടടാ. വന്നിട്ടുണ്ടെന്നോ? എവിടെ? വേണ്ട എടാ, എന്റെ ചെവി വെറുതെ കടിക്കണ്ട. എടാ, എനിക്ക് പിന്നെ ചെവി കേക്കില്ല. വേണ്ടടാ, വേണ്ട, പറയുന്നത് കേക്കടാ. താഴെ ഇറങ്ങടാ. വേണ്ടടാ. എന്ത് പറ്റി മോനെ? എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഇന്ന് രാമസ്വാമി വരില്ലെന്ന് പറഞ്ഞു. എന്തിനാ മോനെ വരില്ലെന്ന് പറഞ്ഞേ? നല്ല പനിയുണ്ട്. ഓ, അങ്ങനെയോ? വരും വരും. ആ വരും വരും. എങ്ങനെ വരുമെന്നോ? ദാ വന്നല്ലോ. എടാ രാമസ്വാമി, ഞാൻ വിളിച്ചപ്പോ നീ വന്നില്ലല്ലോ. ഇപ്പൊ അത്യാവശ്യമായിട്ട് വരേണ്ടി വന്നടാ. എനിക്കറിയാം നിനക്ക് എന്നെ കാണാതിരിക്കാൻ പറ്റില്ലെന്ന്. നിനക്ക് വേണ്ടി അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് പേരുണ്ടല്ലോടാ. വാ, ഇവിടെ ഇരിക്കേ, വാ. പറഞ്ഞില്ലേ, ഞാനില്ലാതെ രാമസ്വാമിക്ക് ഇരിക്കാൻ പറ്റില്ല. രാമസ്വാമി സ്റ്റാർട്ട് ചെയ്യാല്ലേ? സ്റ്റാർട്ടോ? എന്താ അത്? അന്താക്ഷരി. അന്താക്ഷരിയോ? ആക്ച്വലി ഇവര് പാടാൻ റെഡി ആയിരുന്നു. നീ വരാത്തോണ്ട് പാട്ട് നാളത്തേക്ക് മാറ്റിയതാ. പക്ഷെ ഇവർക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു നീ ഇപ്പൊ തന്നെ വരുമെന്ന്. അതുപോലെ നീ വരികയും ചെയ്തു. ഞാൻ എന്തിനാണ് വരുന്നത്? ഇവര് വിചാരിച്ച എപ്പ എവിടെ വേണമെങ്കിലും വരാലോ. എന്താ ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഗോ ഗോ ഗോ. എന്തു പറ്റി? ഇനി രാമസ്വാമി പാടും. എനിക്ക് പാടാൻ അറിയില്ല, എന്നെ വിട്ടേക്ക്. പാട്. ശംഭോ ശിവ ശംഭോ ശിവ ശംഭോ ശംഭോ തുംഗജടാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനെ സങ്കടം ഈ വിധം എന്തിന് തന്നത് താമസശിവനെ. ഇങ്ങോട്ട് വാ, ഇവിടെ ഇരുന്ന് പാട്. എന്നെങ്ങനെ പിടിച്ചോണ്ട് വരുന്നത്? രക്ഷപ്പെടാൻ വിചാരിച്ചതാ. ഒരു കളി കളിച്ചോണ്ടിരിക്കുമ്പോ പാതി പോവാൻ പാടില്ല. എന്റെ അമ്മോ. വാ. സർ, രാമസ്വാമി സർ, എന്താ? എന്നെ നിങ്ങൾക്ക് ഇഷ്ടായോ? എങ്ങനെ ഇഷ്ടാവാതിരിക്കാനെ? നീ അടിപൊളിയല്ലേ? അപ്പൊ കല്യാണത്തിന് ഏർപ്പാട് ചെയ്യട്ടെ. വേണ്ടാന്ന് പറയാൻ ഞാൻ ആരാ? ഇനിയൊക്കെ അവളുടെ ഇഷ്ടം തന്നെയാ. രാമസ്വാമി സർ കല്യാണത്തിന് സമ്മതിച്ചു. സാറിന് ഓക്കെയല്ലേ? അത് അമ്മയോടും കൂടി പറഞ്ഞിട്ട്. പറഞ്ഞാ സമ്മതിക്കോ സർ? അറിയില്ല. എന്താന്നറിയോ, നാളെ എന്റെ ഇല്ല, ഞാനൊന്നും കേട്ടിട്ടില്ല. വരുമല്ലോ അല്ലേ? ഇങ്ങോട്ട് വാടാ. എടാ, വരാനാ പറഞ്ഞ. ഇങ്ങോട്ട് പോടാ. എല്ലാം തലകീഴായിരിക്കുക. ആ കാടും അവിടുത്തെ പ്രേതങ്ങളൊക്കെ. അവർക്ക് ഞാൻ വാണിംഗ് കൊടുക്കുന്നു, പിന്നെ അവർക്ക് വാക്ക് കൊടുക്കുന്നു. എടാ രാമസ്വാമി, നീ ഇപ്പൊ ഒരുപാട് മാറിപ്പോയടാ. ആ ബാലനെങ്ങാനും കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ എന്റെ അവസ്ഥ എന്തായിരിക്കും? തീർച്ചയായും എന്നെ കൊന്നിട്ട് അവനെ മിരട്ടി അവര് കല്യാണം കഴിക്കും. എന്തായാലും അങ്ങനെ തന്നെ സംഭവിക്കും.
ദൈവമേ നീ തന്നെ എന്നെ രക്ഷിക്കണം. ദൈവത്തിന് വിളിക്കുമ്പോ ഇതാരാ വിളിക്കുന്നേ? എടാ രാമസ്വാമി